നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വെള്ളിക്കുളങ്ങര 11ാം വാർഡിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഒരുക്കം ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടി അക്ഷയ കേന്ദ്രത്തിൽ തീപിടുത്തം. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പുതുജീവൻ പകരാൻ പുനർജ്വാല ക്യാമ്പയിൻ. വിശദമായ വാർത്തകളിലേക്ക്. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ച ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരി മരുന്നും വാഹനവും കസ്റ്റഡിയിലെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ദേശീയപാത കൊടകര പേരാമ്പ്ര ഫ്ളൈഓവറിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 2:45 നടത്തിയ പരിശോധനയിലാണ് വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഐഷർ ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI-മാരായ ജയകൃഷ്ണൻ P, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ഷൈൻ TR, ASI-മാരായ സിൽജോ VU, ലിജു ഇയാനി, റെജു AU, ബിനു MJ, ജീവൻ ES, ബിജു CK, SCPU-മാരായ സോണി PX, CPU-മാരായ നിഷാന്ത് AB, ഷിൻഡോ KJ, സുർജിത് സാഗർ, ശ്രീജിത്ത് EA, കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ വി സ്കറിയ, വെള്ളിക്കുളങ്ങര CI ഷബാബ് KK, കൊടകര SI-മാരായ അരുൾ MB, സുധീഷ് PR, CPO-മാരായ രജിത് AR, ശ്രീനാഥ് EA എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഷൈന ജോർജ്, ഫൗസിയ ഷാജഹാൻ, ജോർജ് സഫിലോ എന്നിവർ സംസാരിച്ചു. ഒരാളും കോടതിയിൽ പോയിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ സംഘടന ചരിത്രമാണ്. ഒരു കാലത്ത് ഈ നസറുദ്ദീന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീമാൻ ഹസൻ കോയ ഒരു സമയത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി. നിരന്തരമായി ശ്രദ്ധിച്ചിട്ടും സംഘടനയെ ഒരു മറ്റത്തൂർ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഒരുക്കം ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വെള്ളിക്കുളങ്ങര 11ാം വാർഡിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഒരുക്കം ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും മറ്റത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി KR സംസാരിച്ചു. ചാലക്കുടി ബദൽ ജീവിത പഠന കേന്ദ്രം ഡയറക്ടർ വർഗീസ് പോൾ നേതാവാകാം ജേതാവാകും എന്ന വിഷയത്തിൽ പരിശീലനം നൽകി. ക്യാമ്പ് ഡയറക്ടർ K പ്രസാദ്, ADS ചെയർപേഴ്സൺ ഹസീന എന്നിവർ സംസാരിച്ചു.
നിങ്ങളെ പോയിന്റ്സുകൾ മാത്രം പറഞ്ഞാൽ മതി. അതിനെ വികസിപ്പിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മൾ തൊഴിലാളികളുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ നിങ്ങളെ സ്പർശിച്ച ആ വിഷയങ്ങൾ ഒന്നുകൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കും. മണ്ണമ്പേട്ട കരുവപ്പടി അക്ഷയ കേന്ദ്രത്തിൽ തീപിടുത്തം. മണ്ണമ്പേട്ട കരുവപ്പടിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിൽ ഇൻവെർട്ടർ ബാറ്ററി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വലിയ ശബ്ദത്തോടെയായിരുന്നു പൊട്ടിത്തെറി. ഇതോടെ കേന്ദ്രത്തിൽ കനത്ത പുകയുയർന്നു. അക്ഷയ കേന്ദ്രത്തിലെ സോളാർ സംവിധാനം, വയറിംഗ് എന്നിവ നശിച്ചു. അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കെത്തിയവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി പൊട്ടിത്തെറിച്ച ബാറ്ററി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ആർക്കും പരിക്കില്ല. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീയുടെ റീജിയണൽ തല ശില്പശാല പുനർജ്വാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുനർജ്വാല ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ നോൺ ഫാം ടീമുകൾക്കായി റീജിയണൽ തല ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നോൺ ഫാം മേഖലയിലെ സംരംഭ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, സംരംഭങ്ങളുടെ സ്ഥിരതയും വിപണന സാധ്യതകളും വർദ്ധിപ്പിക്കുക, പുതുമയാർന്ന സംരംഭ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. കുടുംബശ്രീ സംരംഭങ്ങളെ കൂടുതൽ സുസ്ഥിരവും ജനകീയവുമാക്കുന്നതിൽ ഇത്തരം പരിശീലനങ്ങൾ നിർണായകമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിജിത്ത് കെ ദീപക് പറഞ്ഞു. സംരംഭ വികസനം, വിപണി സാധ്യതകൾ, ധനകാര്യ മാനേജ്മെന്റ്, കൂട്ടായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ സംഘടിപ്പിച്ച ക്ലാസുകളിലും സംവാദങ്ങളിലും വിദഗ്ധർ പങ്കെടുത്തു. NRO മെന്റർമാരായ പ്രജീഷ് വയലാങ്കരയും ശൈലജ അശോകനും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, വിവിധ ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ, നോൺ ഫാം ടീം അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആറ്റപ്പാടം ഗ്രാമോത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. ആറ്റപ്പാടം ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ആറ്റപ്പാടം ഗ്രാമോത്സവത്തിന്റെ കൊടിയേറ്റം ക്ലബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജയ് മോഹൻ, സ്ഥാപക പ്രസിഡന്റ് KR സജീവ്, മുൻ പ്രസിഡന്റ് CA ഷാജു, ട്രഷറർ KR രമേശൻ, VK മധുസൂദനൻ, MS വൈശാഖ്, KI മോഹനൻ, KK അയ്യപ്പൻ, KT സനിൽ, വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രുതി അഭയ്, വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റുമാരായ സീത വിനേഷ്, വിജിത ലാലുമോൻ, ബാലവിഭാഗം ട്രഷറർ KV ഗൌരിശങ്കർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ MC അഖിൽ, ചീഫ് കോർഡിനേറ്റർമാരായ ഡോക്ടർ DA ഗോവിന്ദ്, KA അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. മെയ് 23 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സ്ഥാപക സെക്രട്ടറി സജീവ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് വാർഷിക സമ്മേളനം മുൻ പ്രസിഡന്റും പോലീസ് ASIയുമായ CA ഷാജു ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് പാലക്കൽ ക്ഷേത്ര മൈതാനിയിൽ ആരംഭിക്കുന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം ക്ലബ് വനിതാ വിഭാഗം പ്രസിഡന്റും നർത്തകിയും നൃത്താധ്യാപികയുമായ ശ്രുതി അഭയ് ഉദ്ഘാടനം ചെയ്യും. ബാലവിഭാഗം പ്രസിഡന്റ് പാർവൺ K രാജീവ് അധ്യക്ഷനാകും. തുടർന്ന് തട്ടകത്തെ പ്രതിഭകളുടെ കലാപരിപാടികൾ അരങ്ങേറും. മെയ് 24 ഞായറാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സമ്മേളനവും സമാദരണ സദസ്സും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ക്ലബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷോൺ പെല്ലിശ്ശേരി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കൊരട്ടി പഞ്ചായത്ത് LDF പാർലമെന്ററി പാർട്ടി ലീഡർ KC ജയരാജ് ചികിത്സാ സഹായ വിതരണവും നിർവഹിക്കും. തുടർന്ന് കലാഭവൻ ജയൻ നയിക്കുന്ന തൃശൂർ ഗാലക്സിയുടെ മെഗാ ഷോ അരങ്ങേറും. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടകര പോഷൻ പക്വാഡ 2026 സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ 6 വർഷങ്ങളിൽ മസ്തിഷ്ക വികാസം പരമാവധി വികസിപ്പിക്കുക എന്ന വിഷയത്തിൽ പേരാമ്പ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജി രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയൻ തോട്ടപ്പള്ളി, ICDS സൂപ്പർവൈസർ PM സൗമ്യ, വാർഡ് മെമ്പർമാരായ ആശ രാംദാസ്, ലിജോ കളത്തിങ്കൽ, LP സ്കൂൾ പ്രധാന അധ്യാപിക MK ഡെയ്നി, PK സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മറ്റു വാർഡ് മെമ്പർമാർ, അംഗനവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,620 രൂപ, പവന് 1,16,960 രൂപ.
എത്രയോ ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാ നിറഞ്ഞു നീപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വെള്ളിക്കുളങ്ങര 11ാം വാർഡിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഒരുക്കം ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടി അക്ഷയ കേന്ദ്രത്തിൽ തീപിടുത്തം. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് പുതുജീവൻ പകരാൻ പുനർജ്വാല ക്യാമ്പയിൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.